രാഹുൽ ഈ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ കണ്ട് മറ്റു പാർട്ടികൾ പഠിക്കണം. രാഹുലിന് മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു ആരോപണം ഉണ്ടായപ്പോൾ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു പാർട്ടി. അതുമാത്രമല്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ചു. ഇപ്പോൾ അതിനുശേഷം ഒരു പരാതി 2 ദിവസം മുൻപ് KPCC പ്രസിഡന്റ് കൊടുത്തു. ഈ പരാതി പാർട്ടി അന്വേഷിക്കില്ലെന്ന് വെച്ചിട്ടില്ല. നിയമവ്യവസ്ഥയിൽ കേരളത്തിലെ ഇത് അന്വേഷിക്കേണ്ടത് ആരാ? പോലീസാണ്. അപ്പോൾ DGPക്ക് KPCC പ്രസിഡന്റ് അപ്പം തന്നെ കൂടെ കൊടുത്തു. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിന് പാർട്ടി പുറത്താക്കി. തിരിച്ച് മറ്റു പാർട്ടികൾ ഈ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടി പോലെ അവരുടെ ഇതുപോലെ ഇതിനേക്കാളേറെ ആരോപണ വിധേയരായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന മുൻ MLA ഉൾപ്പെടെ ധാരാളം ആളുകളുണ്ട്. അവിടെയൊക്കെ അല്ല, ഓരോ സംഭവം നടക്കുമ്പോൾ അതിനനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ മാതൃക, ഇപ്പോൾ കോൺഗ്രസ് എടുത്ത മാതൃക സത്യത്തിൽ മറ്റു പാർട്ടികൾ കൂടി എടുക്കേണ്ടതാണ്. ഒരു വൈകില്ല അതിന് അല്ലല്ലോ എല്ലാ സമയത്തിനനുസരിച്ച്. ഞാൻ ചോദിട്ടെ, ഒരു പരാതി KPCC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് കൊടുത്തപ്പോൾ അന്ന് തന്നെ അദ്ദേഹം DGP കൊടുത്തു. മറ്റു പാർട്ടിക്ക് എന്താ, ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത്. നിയമവ്യവസ്ഥ ഞാൻ ഒരു കാര്യം പറയോ, നിയമവ്യവസ്ഥയിൽ അന്വേഷിക്കേണ്ട ആരാ? പാർട്ടിയാണോ? പോലീസല്ലേ? കൊടുത്തല്ലോ. അത് മറ്റൊരു ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ പാർട്ടി ഇത് കോൺഗ്രസ് ചെയ്ത ഈ നടപടിയാണ് മറ്റു പാർട്ടികൾ മര്യാദയ്ക്ക് ചെയ്യേണ്ടത്. തിരിച്ച് ജയിലിൽ കിടക്കുന്നവനെയും ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ്റെ മുഴുവൻ സ്വർണം കട്ടവനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളേറെ ആരോപണ വിധേയരായിട്ടുള്ള പറഞ്ഞുതരാം അല്ല കേട്ടോ ഇല്ല ഞാൻ ചോദിച്ചോട്ടെ, പരാതി പറഞ്ഞിട്ട് 3-4 മാസം നിങ്ങളുടെ ഈ കേരള ഗവൺമെൻറ് അന്വേഷിക്കുന്ന പോലീസ് പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ആരും കൊടുത്തില്ലല്ലോ. 2 ദിവസം മുമ്പല്ലേ പരാതി കൊടുത്തു. ആ പരാതി അപ്പം തന്നെ നടപടി സ്വീകരിച്ചല്ലോ. നടപടി സ്വീകരിക്കാൻ രണ്ടാമത് വീണ്ടും പരാതി കൊടുത്തപ്പോൾ പോലീസിനെ ഏൽപ്പിച്ചു അന്വേഷിക്കാൻ. ഇതല്ലേ ഒരു പാർട്ടി ചെയ്യാൻ പറ്റുന്നത്? അല്ലാതെ ഞങ്ങൾ അന്വേഷിക്കട്ടെ, ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ കോൺഗ്രസ് കാണിക്കുന്ന മാതൃകാപരമായിട്ടുള്ള നടപടിയാണത്. ഇത് മറ്റു പാർട്ടികളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ തിരിച്ച് നിങ്ങൾ ചോദിക്കണം. അയ്യപ്പൻ്റെ മുഴുവൻ സ്വത്ത് കെട്ടിട്ടുള്ള മുൻ MLA ജയിലിൽ കിടക്കുമ്പോൾ ഇപ്പോഴും ന്യായീകരിക്കുന്ന പാർട്ടിയോടോ അങ്ങോട്ട് ചോദിക്കേണ്ടത്. ഇല്ലാതെ എങ്ങനെ പറ്റും? ഞാൻ പറയാം ഒരു വാക്കാൽ ഒരാളിൻ്റെ പേരില്ല വാക്കാൽ പരാതി ഉണ്ടായിരുന്നുള്ളൂ. ആ നടപടി സ്വീകരിച്ചു. വാക്കാൽ പരാതി എഴുതി ആരും കൊടുത്തില്ല. ഇങ്ങനെ ആരോപണം വന്നത് അപ്പം തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം രാജിവെച്ചു. ഇല്ലല്ലോ, അത് നിങ്ങൾ ഉണ്ടാക്കുന്നവരോട് ഒരിക്കലും എവിടെയെങ്കിലും ഞങ്ങൾ ആ കോർ കമ്മിറ്റി അദ്ദേഹമില്ല, ഇത് ഞങ്ങൾ അദ്ദേഹം ആലോചിച്ചിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരിക്കലും അദ്ദേഹമായിട്ടുള്ള സസ്പെൻഡ് ചെയ്ത ശേഷം ഒരു പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരാൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയും അദ്ദേഹം നടത്തി. അത് അവരുടെ വ്യാമോഹമാണ്, മനസ്സിലാണ്ട. അത് അദ്ദേഹം ഇനി തീരുമാനിക്കാൻ അദ്ദേഹമാണ്. ആര്? ഞങ്ങളല്ല. ഒരു കാര്യം പറയണ ആണ് അദ്ദേഹത്തെ ഞങ്ങൾ പറയണക്കൂ. UDF കണ്ടിട്ടുണ്ടോ? ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞിട്ട് അത് അദ്ദേഹം ഉചിതമായി തീരുമാനിക്കട്ടെ. ഞങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു, ഇപ്പോൾ ഡിസ്മിസ് ചെയ്തു. ഇനി എന്താ ചെയ്യുക ഒരു പാർട്ടി? നിങ്ങൾ ഞാൻ പറയണക്ക് ഈ മാതൃക, നിങ്ങൾ ഈ ചോദ്യം അങ്ങോട്ടൊന്ന് ചോദിച്ചുകൂടെ? നിങ്ങൾ എവിടെ ചോദിക്കണം നിങ്ങൾക്ക് എവിടെ ഞാൻ പറ ഇടതുപക്ഷം ഇതിനേക്കാളേറെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മുകേഷിനെ തലയേറ്റ് നടക്കുന്ന LDFന് മുൻ്റെ അടുത്ത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യമില്ല. നിങ്ങൾ ഇവിടെ കുറച്ച് കാലം നടക്കുന്നു. നിങ്ങൾ പോലും പറഞ്ഞിട്ടില്ലോ. പരാതി കിട്ടിയതും അന്ന് തന്നെ നടപടി ചെയ്തു. അതല്ലേ അന്തസ് കാണിച്ചത്. അപ്പൊ സസ്പെൻഡ് ചെയ്തില്ലേ? അപ്പൊ അദ്ദേഹം രാജിവെച്ചു. നിങ്ങൾ ഇത്രത്തോളം മാതൃക കാണിച്ചിട്ടുള്ള പാർട്ടിയുടെ നടപടിയെ നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടത്. നിങ്ങൾ തിരിച്ചല്ല പറയേണ്ടത്. അഭിനന്ദ ഈ മാതൃക ഞാൻ പറയും നിക്ക് അത് വരട്ടെ. ഇന്ന് ഇപ്പോഴല്ലേ അദ്ദേഹം സസ്പെൻഡ് ചെയ്തു അല്ലേ? ഇനി അദ്ദേഹം ആലോചിച്ച് തീരുമാനിക്കും.
ഒരു കാര്യം എടുക്കുക, ഒരു പറയണേക്കൂ, അല്ല നിൽക്ക്, ഞങ്ങൾ പറയേണ്ടത് പറയും. ഒരു വരെ പറയട്ടെ, ഈ മാതൃക ഇന്ന് വരെ ചെയ്തത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറ മറ്റേ പാർട്ടികളോട്. അത് നിങ്ങൾ അത് അംഗീകരിക്കല്ലേ വേണ്ടത്. അത് ഞാൻ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തായാലോ, സസ്പെൻഡ് ചെയ്തല്ലോ, ഇനി പാർട്ടിക്ക് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടാൻ എത്ര തവണ അധികാരമുണ്ടെന്ന് എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പുറത്തു പോയി, ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി. UDF MLA ആവും, പുറത്താക്കില്ല, അദ്ദേഹം നമ്മുടെ ബ്ലോക്കിലില്ലല്ലോ, മാറ്റിയില്ലേ. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുമോ? പറ, ഏത് നിയമത്തെ പറ. പറ്റില്ല. അദ്ദേഹം സസ്പെൻഡ് ചെയ്തു. ഇല്ല ഡിസ്മിസ്, അദ്ദേഹം ഡിസ്മിസ് ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടിക്ക് എത്രത്തോളം അധികാരമുണ്ടെന്ന് ഞാൻ ഭരണഘടനാപരം പഠിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പുറത്താണ്. എന്ത് പുറത്താക്കിയില്ല ഒരാളെ? നിങ്ങൾ ദൈവം നിങ്ങൾ എന്താ എന്നെ കൊണ്ട് പറയാൻ? അങ്ങനെയല്ല. അത് ഇപ്പോൾ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് സാവകാശം കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഉചിതമായ തീരുമാനം എടുക്കും, പഠിക്കണ്ട. പിന്നെ ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ടും ചോദിക്കും കേട്ടോ, അതുകൂടി കാണിക്കണം. ശരി, ഇത് ഒന്നും കൂടി പറയണം. കോൺഗ്രസ് പാർട്ടിയുടെ നടപടിയെ ഒന്ന് നിങ്ങളെങ്കിലും ഇത്രത്തോളം ഇതുപോലെ മറ്റു പാർട്ടികളെ ഇത് അംഗീകരിക്കണം, അത് വെച്ചാൽ മാതൃക സ്വീകരിക്കണം എന്ന് പറഞ്ഞേക്കും. ഷാഫി പറമ്പിലിനോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ വ്യക്തിയെ കുറിച്ചുള്ള നിങ്ങൾ ഷാഫിനെ ഒരു തെറ്റുമില്ല, അത് പാർട്ടി എടുത്ത് ഷാഫി അല്ല കൊണ്ടുവന്നു, പാർട്ടി കൊണ്ടുവന്നു. നീ രാവിലെ വെറുതെ വേണ്ടാത്ത ചോദിക്കരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ രാവിലേക്ക് ഇതിന് മറുപടി പറയാണല്ലേ? ശരി, ഒരു ചോദ്യം ആരുടെ സ്ഥാനാർത്ഥിയല്ല, UDF സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം വേണമെന്ന് ആർക്ക് ചോദിക്കണം? ആര്? പാർട്ടിയെ കൊണ്ടുവന്ന് പാർട്ടി എന്ന് ചോദിക്കുന്നത് പാർട്ടി. ഒരു വർഷം മുമ്പ് ജയിപ്പിച്ച പാലക്കാട്ടെ ജനങ്ങളെ ആരെ കാണാൻ പോകും, ഏത് MLA കാണാൻ പോകും? അതൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണാനല്ല നമുക്ക് സംവിധാനമൊക്കെ ഉണ്ടാക്കാലോ. ഒന്നും ആക്കില്ല. ശരി, ഓക്കെ.